ഇറാൻ ഇസ്രായേൽ വാറിൻ്റെ സമയത്താണ് നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന് പോയത്. എൻ്റെ ഒരു അസസ്മെൻ്റ്, നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇസ്രായേലിൻ്റെ സഹായം കിട്ടിയിരുന്നുവെങ്കിൽ, കാരണം അവരവിടെ എൻഗേജ്ഡ് ആയിരുന്നു, ഈ മറ്റേ ഹമാസുമായിട്ടും ഇറാനുമായിട്ടൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. ഇസ്രായേലിൻ്റെ സഹായം നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, അതായത് ഈ സാറ്റലൈറ്റിൻ്റെയും മറ്റുള്ള പല പരിപാടികളും, സ്ട്രാറ്റജി എല്ലാം നോക്കാൻ വേണ്ടി, വാറിൻ്റെ റിസൾട്ട് ഇങ്ങനെയൊന്നും പോകില്ല. ഉറപ്പായിട്ടും നമ്മൾ അഡ്വാൻസ് സ്റ്റേജിലോട്ട് അങ്ങ് പോകും. അത് കാരണം അവരൊരു കാരണവശാലും സമ്മതിക്കത്തില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുത്ത അന്നത്തെ ഒരു തീരുമാനമുണ്ട്, കാരണം ബ്ലണ്ടർ തീരുമാനം. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിലോട്ട് കയറിയ ശേഷം അവിടെയുള്ള അവരുടെ ഡിഫൻസ് സിസ്റ്റം, ആൻറ്റി എയർക്രാഫ്റ്റ് സിസ്റ്റവും അതിനെ ടച്ച് ചെയ്യരുത്. അപ്പുറത്തെ എയർക്രാഫ്റ്റ് വന്നാലും ഒന്നും ചെയ്യത്താണ് പൊളിറ്റിക്കൽ ഡിസിഷൻ എന്ന് പറഞ്ഞ് അത് ബ്ലണ്ടർ ആയിക്കോന്ന് എല്ലാവരും സമ്മതിക്കുന്നു. പക്ഷെ കാരണം ഒരു കാരണവശാലും ഇസ്രായേലി എക്സ്പേർട്ടുകൾ ഉണ്ടെങ്കിൽ അവരൊരു കാരണവശാലും സമ്മതിക്കത്തില്ല. അത് അവർ പറയും അവിടുത്തെ അവരുടെ എയർക്രാഫ്റ്റ് കൗണ്ടറായിട്ട് വന്നാൽ ഫയർ ചെയ്യാൻ പറയും. ആരാദ്യം ഫയർ ചെയ്ത് നമ്മൾ വിജയിക്കും. ഇതാണ് ഞാൻ ആദ്യം മുതൽ വീഡിയോയിൽ പറയുന്നത്. ഈ പൊളിറ്റിക്കൽ തീരുമാനം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്.